ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വേസ്റ്റ് കവർ വെച്ച് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റം ചെയ്തെടുക്കാം. ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള വേസ്റ്റ് കവർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കവർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിൽ നിന്നും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന വേസ്റ്റ് കവർ ഉൾവശവും പുറത്തുള്ള വശവും സിൽവർ കളർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കേണ്ട. രണ്ട് ഭാഗവും സിൽവർ കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. മുഴുവനായും സിൽവർ കളറിൽ വരുന്ന കവറാണെങ്കിൽ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കേണ്ട. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസ് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പീസ് നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് പെയിൻറ്റിംഗ് ബ്രഷിൽ വെച്ച് ഇതുപോലെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നമ്മൾ സെല്ലോ ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസും നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ഇതുപോലത്തെ ഐറ്റം വേസ്റ്റ് കവർ വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓരോ പീസും നമ്മൾ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ കവർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 1 രൂപയുടെ കോയിൻ വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. 2 റൗണ്ട് ഷേപ്പുകളാണ് നമ്മൾ അതിൽ വരച്ചെടുക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള 2 റൗണ്ട് ഷേപ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൗണ്ട് പീസിലേക്ക് നമുക്കിതെല്ലാം ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോന്നും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ഒട്ടിച്ചെടുക്കാം. വേസ്റ്റ് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോന്നായി അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയി ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്നും കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ അതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു റൗണ്ട് പീസ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു നൂലിൻ്റെ പീസ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നൂല് ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ റൗണ്ട് പീസും കൂടെ അതിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ 2 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തു. വേസ്റ്റ് കവർ വെച്ച് സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഐറ്റമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വേസ്റ്റ് കവറിൽ നിന്ന് തന്നെ ഇതിലും സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ച് 2 റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് രണ്ടും നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ പീസിൽ നമ്മൾ നൂല് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് നൂല് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്.
അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നൂല് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത നൂല് അതിലൊന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ഒരു റൗണ്ട് പീസിലേക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. സിൽവർ കളർ ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കേണ്ടത്. അത് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട് പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇത് നമ്മൾ വേറെ 2 എണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള 2 ഐറ്റവും വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതും നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് കവർ വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.